السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله العظيم. وقال النبي صلى الله عليه وسلم: العلم حياة الإسلام. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة سيدنا محمد. ഏറ്റവും സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതുന്നു. എല്ലാവർക്കും സന്തോഷമായിരിക്കുമെന്ന് കരുതട്ടെ. ഇഹത്തിലും പരത്തിലും വിജയിച്ചവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തി നിർത്താമെന്ന് കരുതുന്നു. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസാണ്. ഇൽമു എന്ന് പറഞ്ഞാൽ, അറിവ് എന്ന് പറഞ്ഞാൽ, അത് ഇസ്ലാമിൻ്റെ ജീവനാണ്. ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടെങ്കിൽ ാണ് ഇസ്ലാം സജീവമായി നമ്മളിൽ ഉണ്ടാവുക എന്നർത്ഥം. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ പഠിക്കേണ്ടതാണ്, അത് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. നാം ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കറിയണം. അതുപോലെ നാം വിശ്വസിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെ എല്ലാം പഠിച്ചു വരുമ്പോഴാണ് അത് നമുക്ക് പ്രാവർത്തികമായി ചെയ്യാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയമുണ്ട്. കുറേ പഠിച്ചു, പക്ഷേ പഠിച്ചതനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്, പറയുന്നതെങ്കിൽ അതും ഒരു ഉപകാരമില്ലാത്ത പഠിപ്പായി മാറും. അതുകൊണ്ട് തന്നെ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു, ദുആ ചെയ്ത് പഠിപ്പിക്കാറുണ്ടായിരുന്നു. നാഫിയായ ഇൽമ് ലഭിക്കാൻ വേണ്ടി അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിയ എന്ന് ദുആ ചെയ്യാറുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഉപകാരപ്രദമായ അറിവായിരിക്കണം. ആ ഉപകാരപ്രദമായ അറിവല്ലെങ്കിൽ അവർ കുറേ എന്തൊക്കെയോ പഠിച്ചു എന്നതല്ലാതെ അത് ഇസ്ലാമിന് വിരുദ്ധമായി എന്തൊക്കെയോ ജൽപ്പനങ്ങൾ പറഞ്ഞ് പല അബദ്ധങ്ങൾ വരെ വിളിച്ചു പറയുന്ന ചില വ്യക്തികളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അത് കുറേ അപകടങ്ങൾ വരുത്തി വെക്കുന്നതാണ്. അപ്പോൾ ഉപകാരപ്രദമായ അറിവാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഉപകാരപ്രദമായ അറിവ് സമ്പാദിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയാൽ, നന്മയിലായി വിശ്വാസവും കർമ്മവും ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് അവസാനം ലഭിക്കാൻ പോകുന്നത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന ഖാലൂ, ഇന്നല്ലദീന തീർച്ചയായിട്ടും ഒരു കൂട്ടർ, അല്ലദീന ഖാലൂ
അല്ലദീന ഖാലു, എങ്ങനത്തെ ഒരു കൂട്ടവരാണ്? അവർ പറയുന്നവരാണ്, റബ്ബുനല്ലാ, ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ അള്ളാഹു ആണെന്ന് പറയുന്നവർ. സുമ്മല്ലദീന ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മസ്തഖാമു, പിന്നെ അവർ ചൊവ്വായി നിലനിന്നു എന്ന് വെച്ചാൽ ശരിയായ മാർഗത്തിൽ ജീവിക്കുകയും, അതായത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ജീവിക്കുകയും അവൻ്റെ തൃപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ, തതനസ്സലു അലൈഹിമുൽ അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കൽ മലക്കുകൾ വരുന്നതാണ്. പ്രത്യേകിച്ച് മരണം ആസന്നമാകുന്ന സമയത്ത് അവിടെ നമുക്ക് ആശ്വാസം ലഭിക്കുക, റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ വരും. എന്നിട്ട് അവർ പറയും, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടണ്ട, വലാ തഹ്സനു, നിങ്ങൾ മുഷിപ്പാവണ്ട, വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, അല്ലതീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കുന്നതാണെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ നേരായ നല്ലതായ ഇൽമ നേടുകയും അതനുസരിച്ച് ഉപകാരപ്രദമായ ഇൽമനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മുടെ അവസാനം ആഖിബത്ത് നന്നായി തീരുകയും നല്ല സന്തോഷപ്രദമായി പലരും പുഞ്ചിരിച്ച് മരിക്കുന്നത് കാണാറുണ്ട്. അതുപോലെ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മരിക്കാൻ സാധിക്കുന്നതുമാണ്. സാധുക്കളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ജീവിതവും നല്ല മരണവും തന്നനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.